നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്ന ആരോപണവുമായി ബന്ധുക്കൾ. കോഴിക്കോട് പന്തിരിക്കര സ്വദേശിനിയായ വിലാസിനി എന്ന 47 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ഇത് ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമാണ് എന്ന് ആരോപിക്കുകയാണ് കുടുംബം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി വിലാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. തുടർന്ന് വെള്ളിയാഴ്ചയോടുകൂടി ഈ ശസ്ത്രക്രിയ, ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയ നടക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടെ വിലാസിനിയുടെ കുടലിന് ചെറിയ രീതിയിൽ മുറിവ് പറ്റിയതായി ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ അത് തങ്ങൾ ചികിത്സിച്ചതായും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതിനുശേഷം ശനിയാഴ്ച രോഗിയെ വാർഡിലേക്ക് മാറ്റുന്നു. തുടർന്ന് ഞായറാഴ്ച ഡോക്ടർമാർ രോഗിക്ക് സാധാരണ നിലയ്ക്കുള്ള ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഞായറാഴ്ച രാത്രിയോടുകൂടി കനത്ത വയറുവേദനയും അതോടൊപ്പം തന്നെ വല്ലാത്ത ഒരു ഗുരുതരാവസ്ഥയിലേക്ക് രോഗി മാറിയതോടുകൂടി വീണ്ടും ഡോക്ടർമാരെ ഈ രോഗിയുടെ ബന്ധുക്കൾ കാണുകയായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ രോഗിക്ക് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള അണുബാധ ഉണ്ടായതായി അറിയിക്കുകയും വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകണം എന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷവും രോഗിയുടെ നില ഭേദമായില്ല. തുടർന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞ ദിവസം യോടുകൂടി രോഗി വിലാസിനി മരണപ്പെടുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് തന്നെയാണ് ഈ രോഗിയുടെ മരണത്തിന് കാരണമെന്നാണ് രോഗിയുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ചേട്ടന്റെ ഭാര്യയുടെ അമ്മയാണല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. ഇത് എന്നാ ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു? ഞങ്ങൾ 4-ാം തീയതി മാർച്ച് 4-ന് അഡ്മിറ്റ് ആയതാണ്. യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സർജറി 7-ാം തീയതി. സർജറി 7-ാം തീയതി കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്ക് സർജറി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞു സർജറി ഓക്കെയാണ്, യൂട്രസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ റിമൂവ് ചെയ്ത സമയത്ത് കുടലിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്. ബൈ മിസ്റ്റേക്ക്, ഡോക്ടറിന്റെ മിസ്റ്റേക്ക് ആണ്. കീഹോൾ ആണ് ചെയ്തത്. കീഹോൾ സർജറിയാണ് ചെയ്തത്. ആ കീഹോൾ ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കാണ്. ഇനി ഡോക്ടറാണോ ചെയ്തത്, സ്റ്റുഡൻസ് ആണോ നമുക്കറിയില്ല. അതാണ് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അടുത്തുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് കുടലിന് ഡാമേജ് വന്നത്. അത് അവർ സ്റ്റിച്ചിട്ട് പറഞ്ഞ് രോഗിനെ പ്രീ ഓപ്പറേറ്റീവ് വാർഡിലൊക്കെ മാറ്റി ശനിയാഴ്ച വീണ്ടും ഒരു ടെസ്റ്റ് എല്ലാം ചെയ്ത് നമ്മളെ വാർഡിലേക്ക് മാറ്റി. നമ്മള് പേ വാർഡിലാണല്ലോ, പേ വാർഡിലേക്ക് മാറ്റി. പേ വാർഡിന്ന് പിന്നെ കുഴപ്പമില്ല. ആ ശനിയാഴ്ച ഒരു കുഴപ്പമില്ല രോഗിക്ക്. വീണ്ടും ഞായറാഴ്ച രാവിലെ ഡോക്ടേഴ്സ് റൗണ്ടിങ്ങിനൊക്കെ വന്നു. അവര് ചെക്ക് ചെയ്ത് പറഞ്ഞാൽ ഇനി ഫുഡ് ഐറ്റംസ് എല്ലാം കൊടുത്തോളാം. അതുവരെ വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ. ഫുഡ് കൊടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഈ സിംറ്റംസ് എല്ലാം വരാൻ തുടങ്ങി. വയറിങ്ങനെ വീർക്കുക, ഗ്യാസ് ഫോം ചെയ്ത് തോന്നുക, വയറ് വേദന. അപ്പൊ പെട്ടെന്ന് രോഗി അപ്പാട് ശരീരമൊക്കെ വേർത്തുക. ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അത് ഗ്യാസ് ഫോം ചെയ്തായിരിക്കും. അവർ മെഡിസിൻ എല്ലാം കൊടുത്ത് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. അവരൊക്കെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ വൈകിട്ട് വീണ്ടും കുറച്ച് കൂടുതലായപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. വേദനയൊക്കെ കൂടുതലായപ്പോൾ അപ്പൊ രോഗി വേറെ കുഴപ്പമൊന്നുമില്ല, വേദനയുണ്ട്, മയങ്ങി പോകുന്നുണ്ട്, കണ്ണും തുറക്കിങ്ങനെ കിടപ്പ് ആണ്, കിടന്നിട്ടൊക്കെ മയങ്ങി പോവുക, കിടന്നാൽ ഉറങ്ങി പോവുക. വീണ്ടും ഒരു 5:30 ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് ICUലേക്ക് മാറ്റി ഞായറാഴ്ച. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ കാരണം എന്താ, ഞങ്ങൾ ചിന്ത കാരണം ICUലേക്ക് മാറ്റാൻ അവരൊന്നും പറഞ്ഞില്ല. എന്ത് കാരണം കൊണ്ട് ICUലേക്ക് മാറ്റി? അപ്പൊ ഞങ്ങള് ചോദിക്കുന്നുണ്ട് ഈ ഡാമേജ് പറ്റിയൊക്കെ എന്താ പ്രശ്നം ഉണ്ടോ കുടലിൽ. അതവര് തുറന്നു പറയുന്നില്ല ആ കാര്യങ്ങൾ. ഞായറാഴ്ച ഫുൾ ICUലായിരുന്നു. അന്ന് രാത്രിയൊക്കെ പനി വന്ന് തിങ്കളാഴ്ച രാവിലെ വന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മളെ ഇന്റേണലായിട്ട് ഇത് ലീക്ക് വന്നിട്ട് കുടലിന്, അത് ഓപ്പൺ സർജറി ചെയ്യണം. സർജറിയുടെ പ്രശ്നം കൊണ്ടാണ്. കുടലിന് ഡാമേജ് ഇല്ലായിരുന്നു. ഞങ്ങള് ഇതിൽ വന്നത് യൂട്രസ് റിമൂവ് ചെയ്യണം. കുടലിന് യാതൊരു പ്രശ്നമില്ലാത്തല്ലേ. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഡോക്ടർ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ് എന്തായാലും സർജറി ചെയ്യണം. 3:30 ഡോക്ടർ വന്ന് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഡാമേജ് പറ്റിയ സ്ഥലത്താണോ ഇൻഫെക്ഷൻ വന്നത്, ഇത് സർജറി ചെയ്താലേ പറയാൻ പറ്റുന്നുണ്ട്. സർജറി കഴിഞ്ഞ് 5:30 സർജറി കയറ്റി 7 മണിക്ക് സർജറി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആ ഡാമേജ് ഉള്ള സ്ഥലത്താണ് പ്രശ്നം വന്നത്, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്, ജോയിന്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് ഒരു രോഗി അൺകോൺഷ്യസ് ആണ്. തിങ്കളാഴ്ച രാത്രി വൈകിട്ട് 7 മുതൽ അൺകോൺഷ്യസ് ആണ്. അന്ന് രാത്രി നല്ല ഫീവർ ആയിരുന്നു. 104-110 ഡിഗ്രി വരെ ഫീവർ ആയിരുന്നു. മരുന്നൊന്നും കൊടുത്തിട്ട് കുറയുന്നില്ല. ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് പനി വന്നത്. അപ്പൊ രാവിലെ ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ റിക്കവറി കണ്ടീഷൻ മോശമാണ്, ലിവറിനെ ബാധിച്ചിട്ടുണ്ട്, കിഡ്നി ബാധിച്ചിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ്, കേസ് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. ഓരോ മെഡിക്കൽ ടീമെല്ലാം വരുന്ന പരിശോധിച്ചിട്ട് പുതിയ ട്രീറ്റ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അവരപ്പോ നമ്മളെ അറിയിക്കുന്നൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷെങ്കിൽ അവരുടെ അടുത്തൊരു പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്ക് കുടലിന് പറ്റിയ ഡാമേജ് അവർ കെയർ ചെയ്തു. അവരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഈ രോഗി നിസ്സാരാക്കിയത്. അത് അവരുടെ അടുത്തുള്ള ഒരു മിസ്റ്റേക്കാണ്. അവരത് കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരില്ലായിരുന്നു.
എന്നിട്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു അബദ്ധം തങ്ങൾക്കാണ് സംഭവിച്ചതെന്നുള്ള അവർ സമ്മതിക്കുന്നു. ഇല്ല, അവരിപ്പോ ഞാൻ കണ്ടിട്ടില്ല. ന്യൂസിൽ കണ്ട ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവരെ നിഷേധിച്ചു. അവരുടെ അടുത്തല്ല, നമ്മൾ ട്രീറ്റ്മെന്റ് വന്നത് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുടലിന് ഡാമേജ് പറ്റി അവരുടെ അത് അവർ കറക്റ്റ് ചെയ്യേണ്ടിയായിരുന്നു, അവർ ഫോളോ അപ്പ് ചെയ്യേണ്ടിയായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഡോക്ടറോട് ചോദിച്ചു, നിങ്ങൾ ആ വാർഡിലേക്ക് മാറ്റുമ്പോഴും പിന്നെ ഇങ്ങനത്തെ ഒരു രോഗിയെ മാറ്റി ഭക്ഷണം ഹെവി അല്ല നോർമൽ ഫുഡ് കൊടുക്കാൻ പറയുമ്പോൾ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ വയറിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവും ഡാമേജ് ആയിട്ട്. അങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. ആ സംഭവം നിങ്ങൾ ക്ലിയർ ആവാൻ സ്കാൻ ചെയ്ത് നോക്കണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്യാനാണ് അതായത് സർജറി ഡോക്ടർ ഞങ്ങളോട് സജസ്റ്റ് ചെയ്ത് ബബിൾ ടെസ്റ്റ് ചെയ്താൽ മതി. ബബിൾ ടെസ്റ്റിൽ ഓക്കെ ആണെങ്കിൽ പേഷ്യന്റിന് ഭക്ഷണം കൊടുക്കാമെന്നാണ് പറയുന്നത്. ആ ബബിൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് പേഷ്യന്റിന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ സ്കാനിങ് ചെയ്തിട്ടാണെങ്കിൽ അന്ന് അറിയാൻ പറ്റും ആ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ. അശ്രദ്ധക്കുറവാണ്, അവരുടെ അശ്രദ്ധക്കുറവാണ് ഡാമേജ് വന്നത്. അത് വീണ്ടും ഫോളോ ചെയ്യാത്ത അവർ അശ്രദ്ധക്കുറവാണ്. അവരെന്ത് നിശ്ചയിച്ചാലും നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല, അവരുടെ മിസ്റ്റേക്കിലാണ്. എന്ത് തന്നെയായാലും ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണമാണ് ഇത്തരത്തിൽ വിലാസിനി മരണപ്പെട്ടത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കാരണം വിലാസിനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അവസാന ശസ്ത്രക്രിയ നടത്തിയതാവട്ടെ കുടലിനും. ഇത് ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണം ഗർഭപാത്രം നീക്കം ചെയ്യുമ്പോൾ ഉണ്ടായ മുറിവിൽ അണുബാധ സംഭവിച്ചത് മൂലമാണ് ഇത്തരത്തിൽ കുടലിന് ശസ്ത്രക്രിയ നടത്തേണ്ടതായി വന്നത്. അതാണ് പിന്നീട് വിലാസിനിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ ഡോക്ടർമാർ ഈ ഒരു ആരോപണം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തു തന്നെയായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി പോലീസ് എത്തുന്നതിന് വേണ്ടി അവർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.